ഹായ് അസ്സാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഒരു ഫുൾ ഡേ റൂട്ടീനായിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ അന്നത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പഴമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ പുട്ടുണ്ടാക്കലൊക്കെ കഴിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ മക്കൾക്ക് ഇന്ന് സ്കൂൾക്ക് കൊടുത്ത് വിടുന്നത് എഗ് ദോശയാണ് കേട്ടോ. അപ്പോൾ ദോശൻ്റെ ബാറ്റർ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ ദോശ ഒന്ന് ചുട്ടെടുക്കുകയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ മുകൾക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തേക്കണ്. ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ അങ്ങനെ എന്തെങ്കിലും ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ മുകൾക്ക് ഇതാ ഒരു മുട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചിക്കണ്. ഈ ഒരു മുട്ടയിൽ വേണമെങ്കിൽ പച്ചമുളക്, ഉള്ളി, തക്കാളി അങ്ങനെ വെജിറ്റബിൾസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പ്ലെയിനായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തതാണ്. ഇനിയിപ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തേക്കണ്. ഇനിയിപ്പോൾ ആ ഒരു മുട്ട ഒന്ന് ആയി വന്നാൽ വീണ്ടും തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകൾക്ക് ടൊമാറ്റോ സോസോ അങ്ങനെ എന്തെങ്കിലും സോസ് ആക്കി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടെടുത്തിട്ടുള്ള പിസ്സ സോസാണ്. അപ്പോൾ അത് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുത്തിക്കണ്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊസറല്ല ചീസോ അല്ലെങ്കിൽ സ്ലൈസ്ഡ് ചീസോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ദോശ ഒന്ന് റോളാക്കിയിട്ടെടുക്കാം. ആ ഒരു ചീസ് ഈ ഒരു ദോശൻ്റെ ചൂടിൽ ഉള്ളിൽ കടന്നിട്ട് അങ്ങനെ മെൽറ്റ് ആയിക്കോളൂ കേട്ടോ. രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ എഗ് ദോശ റെഡി ആയിട്ടോ. ഇപ്പോൾ ദോശൻ്റെ ബാറ്ററൊക്കെ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അങ്ങനെ രാവിലത്തെ എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് ലഞ്ചിന് മുരിങ്ങുപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 2 വെളുത്തുള്ളിയും കുറച്ച് ചെറിയുള്ളിയും ഉണക്കമുളകും കുറച്ച് കരിവേപ്പിൻ്റെലും കൂടി കുറച്ച് വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊന്ന് വഴന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇതാ മുരിങ്ങയും കൂടി ഇട്ട് കൊടുത്തിക്കണേ. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ മുരിങ്ങ ഓവറായിട്ട് കുക്കായാൽ നമുക്ക് കൈക്കൂട്ടാം. അപ്പോൾ ഇതാ ഏകദേശം ഒന്ന് വെന്ത് വന്നിക്കണം. ആ ഒരു ടൈമിൽ കുറച്ച് ഉപ്പും ഒരു പിടി തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിക്കണം. ഇനിയിപ്പോൾ എല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് ഇതാ ഇതുപോലെ 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിക്കണേ. ഇനി ആ ഒരു മുട്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഈ ഒരു മുരിങ്ങയും മുട്ടയും ഒക്കെ കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് അതൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതാ ഉപ്പേരി റെഡി ആയിട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ഉപ്പേരിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള. ആ ഒരു ടൈമിൽ ഇതാ മീൻകറി നല്ലോണം തിളച്ച് വന്നപ്പോൾ മീനും കൂടി ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ ഇതാ മീൻ ഫ്രൈ ചെയ്യും കൂടിയും ചെയ്യാണ് കേട്ടോ. ഇന്ന് ചെറിയ അയിലയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കും കൂടി ചെയ്യാണ്. അപ്പോൾ ഇതാ ഇന്നത്തെ ലഞ്ച് നല്ല മുരിങ്ങുപ്പേരിയും ചെറിയ അയില പൊരിച്ചതും പിന്നെ ഇതാ തൈരുണ്ട്, പിന്നെ മീൻകറി. ഇനിയിപ്പോൾ ഒന്ന് വൈകുന്നേരം ചായക്ക് പകരം ഹോട്ട് ചോക്ലേറ്റ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല ക്രീമി ആയിട്ടുള്ളൊരു ഹോട്ട് ചോക്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ കുറച്ച് പാലെടുത്തിക്കണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്തെടുത്തിക്കണ്. ഞാനിവിടെ 6 കപ്പ് ഹോട്ട് ചോക്ലേറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ പറയണത്. നമ്മൾ ചായയൊക്കെ കുടിക്കാനുള്ള ആ ഒരു കപ്പ് ഉണ്ടല്ലോ, അതിന് 6 കപ്പ് പാലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതാ ആ പാലൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ അതിലേക്ക് മധുരത്തിന് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മധുരം കുറവുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറച്ച് മധുരം കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മുഴുവനായിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ ഒരു 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഹെർഷീസിൻ്റെ കൊക്കോ പൗഡറാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള കൊക്കോ പൗഡർ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഈ ഒരു കൊക്കോ പൗഡറൊക്കെ നല്ലോണം ആ ഒരു പാലിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതൊക്കെ ഒന്ന് മിക്സായി വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് കൈ എടുക്കാതെ ഒന്നും ഇളക്കി കൊടുക്കുക കേട്ടോ. കോൺഫ്ലോർ ആയ കാരണം പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും. അപ്പോൾ കൈ എടുക്കാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ ഇതാ ഇത് റെഡിയായി. ഇനിയിപ്പോൾ നമുക്കത് സെർവ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ എപ്പോഴെങ്കിലുമൊക്കെ ചായക്ക് പകരമൊക്കെ ട്രൈ ആക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ. ചോക്ലേറ്റ് ലവേഴ്സിന് എന്തായാലും ഇഷ്ടമാവും. നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇന്ന് ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.